കോൺഗ്രസ് യുവ നേതൃനിരയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. പെട്ടെന്ന് തന്നെ ഒരു യുവ നേതാവായി വളർന്നു വരാനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹം മാധ്യമങ്ങളിലും ചർച്ചകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വടകര തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഫിർ വിവാദമായിരുന്നു. CPM സ്ഥാനാർത്ഥി ശൈലജയ്ക്കെതിരെ നടത്തിയ കാഫിർ പ്രയോഗം അത് യഥാർത്ഥത്തിൽ UDFന്റെ അഥവാ കോൺഗ്രസിന്റെ സൃഷ്ടിയാണ് എന്ന വാദമായിരുന്നു ആദ്യം CPM ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രചാരണ ചുമതലയുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനാണ് അതിന്റെ ഉത്തരവാദിത്തമെല്ലാം വരിക എന്നായിരുന്നു ആദ്യത്തെ പ്രചാരണം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇത് വലിയ തരത്തിൽ സൈബർ ലോകത്തെല്ലാം തന്നെ ആളിക്കത്തി എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു ആരോപണം മുന്നിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വോട്ടിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ട ആ ഓളമൊന്നും പിന്നീട് അങ്ങ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, DCCയും കോൺഗ്രസിലെ ചില നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പാലക്കാടത്തെ നേതാവിനെ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പാലക്കാടത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമുണ്ടായിട്ടില്ല എന്നെല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പോലും നേരിട്ട് വന്ന് പറയുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഫിർ പ്രയോഗം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായി എന്നും പറയാം. ഒരുപക്ഷെ കാഫിർ പ്രയോഗം വീണ്ടും ആൾ കത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആര് ആണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ആ വോട്ട് എന്ന് പറയുന്ന വലിയൊരു ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളാണ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അത് യഥാർത്ഥത്തിൽ CPMന്റെ DYFIയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യം പ്രചരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ UDFന് നേരെ നീണ്ടിരുന്ന എല്ലാ ആരോപണങ്ങളും ഇപ്പോൾ നേരെ തിരിച്ച് LDFിലേക്ക് അഥവാ CPMലേക്ക് നീളുന്ന സാഹചര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാഫിർ പ്രയോഗം മുൻനിർത്തിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചുവരവിലേക്ക് തയ്യാറെടുക്കുന്ന CPMനെ തോൽപ്പിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും കോൺഗ്രസിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ അടുത്തൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും ഇതേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. വലിയ തരത്തിലുള്ള സമരങ്ങൾ നടത്തിയും വലിയ മാർച്ചുകൾ നടത്തിയും അദ്ദേഹം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ആദ്യത്തെ പേരുകൾ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ സിറ്റിംഗ് MPമാർ മാത്രമായിരിക്കും മത്സരിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ചില ഊഹാപോഹങ്ങളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയില്ലെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ അപ്പാടെ മറിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഒരു സ്ഥാനാർത്ഥി പട്ടിക UDFന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ UDFന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ആ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാം, ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനം നൽകാമെന്നുള്ള ചർച്ചകളെല്ലാം തന്നെ കോൺഗ്രസിലുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വലിയ രീതിയിൽ വാർത്തകളെല്ലാം തന്നെ സജീവമാകുന്നത്, വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ ഇറക്കുന്നത്. മാത്രമല്ല, എപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ അദ്ദേഹം സജീവമായതിനെ തുടർന്ന് വീണ്ടും ഒരു വിവാദം തലപൊക്കുകയായിരുന്നു. വയനാട് ദുരന്തമുഖത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദമാണ് പിന്നീട് വലിയ തരത്തിലുള്ള വിവാദമായി മാറുന്നത്. അതിനെതിരെ വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകളെല്ലാം അദ്ദേഹത്തിന് നേരെയുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ദുരന്തമുഖത്ത് അദ്ദേഹം നടത്തിയ പരാമർശമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഒരു ദുരന്തമുഖത്ത് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമായതുകൊണ്ട് തന്നെ അതിനെ വലിയ തരത്തിലുള്ള സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം ശേഷമാണ് വീണ്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ നേട്ടമായി മാറുന്നു എന്നുള്ള തരത്തിലെല്ലാം തന്നെ വാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യമാണ്. CPMലേക്ക് ആ അന്വേഷണമെല്ലാം തന്നെ നീളുന്ന സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ആരുണ്ടാക്കി പോസ്റ്റർ ആര് നിർമ്മിച്ചു എന്നതിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് പുറകിൽ CPM ആണ് എന്ന തരത്തിലേക്കുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നീളുന്ന സാഹചര്യത്തിൽ അത് യഥാർത്ഥത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും അതല്ല ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനാണെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വരുന്നത്.
ഇത് യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി ഇമേജുള്ള വ്യക്തിത്വമായിരുന്നു KK ശൈലജ ടീച്ചറുടേത്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധത എന്നുള്ളൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അത് KK ശൈലജയിലേക്ക് പോലും വിരൽ ചൂണ്ടാനുള്ളൊരു നീക്കം യഥാർത്ഥത്തിൽ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഉപതെരഞ്ഞെടുപ്പിലും അത്തരമൊരു നീക്കം ഉണ്ടാക്കാനുള്ള സാഹചര്യമെല്ലാം തന്നെ UDF-ൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ സാഹചര്യങ്ങളും ഈ നീക്കങ്ങളും ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പ് തീയതിയെല്ലാം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇതേ ഓളം ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുക എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ്. ഇനി അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അത് വാർത്തകളെല്ലാം തന്നെ ഇടം നേടുക എന്ന് പറയുന്നത് അത് പരമപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്രസിദ്ധിയാണെങ്കിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം തന്നെ അനുകൂല സാഹചര്യമായി വർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കാം എന്ന് പറയുന്ന വലിയൊരു കടമ്പ യഥാർത്ഥത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതല്ല നിരന്തരമായിട്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുവരെ ഇതേ വിവാദങ്ങളെല്ലാം തുടർന്നു കൊണ്ടുപോകുമോ, അതോ ആ തെരഞ്ഞെടുപ്പ് സമയത്തിൽ മാത്രം മറ്റൊരു വിവാദമായി അദ്ദേഹം രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.